ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് എന്തിനാണ് വന്നേക്കണമെന്ന് അറിയാമോ? നമ്മുടെ BB7 വിന്നർ എന്നറിയപ്പെടുന്ന അനുമോളുണ്ടല്ലോ. അനുമോള് ഇപ്പോൾ വിന്നർ ആയിക്കാണ്. അപ്പോൾ അനുമോളിന് അതിൻ്റേതായ പവറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അനുമോള് പറയണതാണ് കാറും കാര്യങ്ങളൊക്കെ ഞാൻ അതും പറഞ്ഞോ. അതന്നെ ആൾക്കാർ പറയുന്നതേ ആ ഫ്ലോറില് എനിക്ക് കാറ് കിട്ടിയെന്ന് പറഞ്ഞ അപ്പോഴാണ് ഞാൻ അറിയുന്നത്. എല്ലാം അത്രയും അഹങ്കാരം വെച്ച് പറയുന്നുണ്ട്. നമ്മളൊന്ന് ഓർക്കണം, ഇവള് കാണിച്ച നാടകങ്ങളൊക്കെ കണ്ട് അവൾക്ക് വോട്ട് ചെയ്ത പ്രേക്ഷകരായി മണ്ടന്മാരായില്ലേ. ആ ഗെയിം കണ്ട് വിലയിരുത്തുന്നതിന് പകരം എന്താ സാധാരണക്കാരായ ജനങ്ങൾ എന്താ അവൾ കുറച്ചങ്ങ് കരഞ്ഞപ്പോഴത്തേനും പോയി വോട്ട് കൊടുത്ത് മറ്റുള്ള കണ്ടസ്റ്റൻറ്റിനെ ഡീഗ്രേഡ് ചെയ്ത് കാണിച്ചപ്പോൾ അതൊക്കെ വിശ്വസിച്ച് അങ്ങനെയല്ലോ നമ്മളൊരിക്കലും ഗെയിം കാണേണ്ടി. ഇപ്പോൾ ഇവളുടെ അഹങ്കാരം നമ്മൾ തന്നെ കാണേണ്ടി വന്നു. നമ്മളത് മനസ്സിലാക്കണം. ഇത്രയും അഹങ്കാരമുള്ളൊരു പെണ്ണിനാണ് നമ്മൾ കൊടുത്തത്. ബാക്കി എല്ലാം ഇവളുടെ പുറംചട്ടം മാത്രമാണ്, ഈ അനുമോൾ എന്ന വ്യക്തിയുടെ പുറംചട്ടം. അതുപോലെ എത്ര തവണ ആ ഇതിനകത്തിരുന്ന് ആ ബിഗ് ബോസ് എന്ന ഷോയിലിരുന്നിട്ട് കള്ളത്തരം പറഞ്ഞു, ഞാൻ PR കൊടുത്തിട്ടില്ല, ഞാൻ ദൈവമാണ് സത്യം, എൻ്റെ മൈക്കാണ് സത്യം, ഞാൻ PR എന്ന് പറഞ്ഞ സംഭവം കൊടുത്തിട്ടേ ഇല്ല. ഇടയ്ക്ക് വെച്ച് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് പറഞ്ഞ് അതായത് അഞ്ജന നമ്പ്യാരായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഞാൻ കൊടുത്തിട്ടില്ല. കൊടുത്തു, 1 ലക്ഷത്തിന് കൊടുത്തു. പക്ഷെ ഞാൻ 16 ലക്ഷമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. 15 ലക്ഷമൊന്നും ഞാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും, പക്ഷെ 16 ലക്ഷമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തൊക്കെ കള്ളത്തരങ്ങളായി പറഞ്ഞത് ഞാൻ ചോദിക്കണേ. ഇപ്പോൾ ഈ അഞ്ജന നമ്പ്യാരൊക്കെ ആണെങ്കിലും നിങ്ങൾ ഇത് കൊടുക്കണമെന്ന് നിങ്ങൾ ഈ വിന്നറുടെ കപ്പ് ഈ ഷോ വിന്നർ ആകാൻ ഇദ്ദേഹമാണ് ഈ വിന്നർ ആകാനായിട്ടുള്ള വ്യക്തി എന്ന് അറിയാമല്ലോ. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ അറിയത്തില്ലേ? ഈ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഈ വിന്നിങ്ങിൻ്റെ പട്ടം വാങ്ങിച്ചെടുത്തതെന്നുള്ള കാര്യങ്ങളൊക്കെ. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇത് യാഥാർത്ഥ അടിസ്ഥാനമുള്ള വോട്ടാന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കത് ഈ ഷോ ഇത്ര നാൾ കണ്ടതൊക്കെ എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയത്തില്ല. പിന്നെ ഇവർ പറയുന്നുണ്ട് പ്രേക്ഷക വിധി പ്രകാരമാണ്. അങ്ങനെ പ്രേക്ഷക വിധി പ്രകാരം ഉണ്ടെങ്കിൽ ഇവൾക്ക് വോട്ട് ചെയ്ത ആൾക്കാരുണ്ടാവുമല്ലോ, അവരൊന്ന് ചിന്തിക്കണം. ഞാൻ ഇപ്പോഴും ഇവിടെ പറയാണ് ഞാൻ കൊടുത്തിട്ടില്ല എന്ന്. ഞാൻ പറയണം ഇപ്പോഴും, ഞാൻ പറയണേ മൈക്കിട്ടിട്ട് ഞാൻ പറയണേ ഞാൻ കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരുണ്ട്. എനിക്ക് ദൈവത്തെ അല്ലാണ്ട് വിശ്വസിക്കുന്ന. അപ്പൊ ആ ദൈവങ്ങളെ കൊണ്ട് ഞാൻ സത്യത്തിൽ പറയണം ഞാൻ കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ആ സമയത്ത് നീ അടുത്ത് പറഞ്ഞ കാര്യം ഞാനിപ്പോ പറഞ്ഞത്. എനിക്ക് ഇപ്പൊ ഞങ്ങൾ സംസാരിക്കും. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടാ എപ്പോഴാ പോണേ? ഞാൻ ഇന്ന സമയത്താ പോണേ. ഈ വീഡിയോ ഒക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ എപ്പോഴാ പോണേ? അങ്ങനെ പറഞ്ഞോ? പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഞാൻ പറയുമല്ലോ, സ്വാഭാവികമായിട്ടും പറയും. ചേട്ടാ കഴിയാറായി സംസാരിച്ച് എത്ര പൈസ കൊടുത്തു? 1 ലക്ഷം കൊടുത്തു. ഇനി പോയിട്ട് ബാക്കി കൊടുക്കണം? ഇല്ല ഒരിക്കലും. കാരണം ഞാൻ പിശിക്കുകയാണ്. എത്ര കൊടുത്തു? ഒന്നും കൊടുത്തില്ല. 1 ലക്ഷമാണ്, 50 ഞാൻ കൊടുത്തത്. ഇനി 50,000 ഇത് കേൾക്ക് ഫുള്ളായിട്ട്. അപ്പൊ പുള്ളി ഇത്രയും കള്ളത്തരം പറയുന്നത് ദൈവത്തിനെയൊക്കെ പിടിച്ച് ഇത്രയും ഈ കോടാനുകൂടി ജനങ്ങൾ കാണുന്ന ഇത്രയും വലിയൊരു ഷോയിൽ ഇവൾ ഇത്രയും കള്ളത്തരങ്ങളൊക്കെ പറയുന്ന ഒരാളെയാണ് നമുക്ക് മാതൃകയായിട്ട് തന്നേക്കണത്. ഈ BB7 ആദ്യം ഇപ്പം ഇനി ഇത് പറയുമെന്ന് എനിക്കറിയത്തില്ല. അതായത് നമ്മുടെ നാടിനൊരു മാതൃകയായിട്ട് കാണണം അങ്ങനെയൊക്കെ പണ്ടൊക്കെ പറയുമായിരുന്നു. ഇപ്പം ഇനി അത് പറയില്ലായിരിക്കും. കാരണം ഇതുപോലത്തെ വിന്നറിനെയൊക്കെ നമ്മൾ മാതൃകയാക്കി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഈ കുലസ്ത്രീച്ചമയിലും ഈ ഒളിഞ്ഞോട്ടും മറ്റുള്ളവർക്ക് അപവാദം പറയലും ഈ സദാചാര വർത്തമാനങ്ങളും ഭക്ഷണം കൊടുക്കാതെ ഇരിക്കുകയും അങ്ങനെ വിവിധ തരത്തിലുള്ള വ്യക്തിത്വത്തിന് ഉടമയാണ് നമ്മുടെ അനുമോൾ എന്ന് പറയുന്നത്, നമ്മുടെ ഇത്തവണത്തെ വിന്നർ. പക്ഷേ അനുമോൾ നിങ്ങളൊരു കാര്യം എപ്പോഴാണ് ഓർത്തോണം, നിങ്ങളുടെ വീട്ടിലെ കപ്പിരിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും അത് കാണുമ്പോൾ. കാരണം അതിരിക്കേണ്ടത് എന്തൊക്കെ പറഞ്ഞാലും ആ കോടന്നൂരിന് അനീഷിൻ്റെ വീട്ടിൽ തന്നെയാണ്. അത് നിങ്ങളത് ഓർത്തോ. അതെന്തായാലും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുക തന്നെ ചെയ്യും. കാരണം അത്രയും നല്ലൊരു ഗെയിമറായിരുന്നു ഈ പറയുന്ന അനീഷ്. നിങ്ങൾ വിചാരിക്കുന്ന രണ്ടാമത്തെ ഏഷ്യനെറ്റും ടീംസും ബിഗ് ബോസ് ടീംസും അല്ല കൊടുക്കുന്നത്. പക്ഷേ നിങ്ങൾ വിചാരിച്ചോ ഈ BB7 ഏറ്റവും വേസ്റ്റ് കണ്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ എന്ത് പറഞ്ഞാലും അപ്പം തന്നെ പോയിട്ട് കിടന്ന് മോങ്ങുക പതിവ്, കിടന്നങ്ങ് കരഞ്ഞിട്ടും എന്തൊക്കെ പ്രാന്ത് അവിടെ കിടന്ന് കാണിച്ചിട്ട് തലക്കടിക്കുക, തലയിട്ട് ഇങ്ങനെ ആട്ടി അടിക്കുക, എന്തൊക്കെ വേഷം കെട്ട് അവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. ഇത്രയും കള്ളത്തരങ്ങൾ നിങ്ങൾക്കേ സാധിക്കുള്ളൂ. നിങ്ങളിവിടെ വന്ന് ശരിക്കും സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒരു ഡ്രാമ ക്യൂന്ന് തന്നെ നിങ്ങൾ പറയേണ്ടി വരും. അതുപോലെ ഇങ്ങനെയും. കാരണം ഇപ്പം സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാനൊരു സ്ത്രീയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പം കരയാൻ എന്നാണോ എനിക്കൊക്കെ
സത്യമായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ കരയാൻ നാണമാണ്. കാരണം നിങ്ങളെപ്പോലൊരു ഡ്രാമ ഇത്രയും കള്ളത്തരങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കരയുക ചെയ്യണത്. അപ്പോൾ ഈ നമ്മുടെ കരച്ചിലിനൊരു വിലയില്ലാതായിപ്പോൾ, മനസ്സിലായോ? കരച്ചിലിനെ പോലും എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ വെറുക്കുക. എനിക്ക് ഇത്രേ ഉള്ളൂ പറയാനുള്ളത്. അപ്പം ഇനിയെങ്കിലും നമ്മുടെ പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കുക. ഇനി വരുന്ന സീസണാണെങ്കിലും കളിക്കുന്നവരെ കളി കണ്ട് വിജയിപ്പിക്കാൻ നോക്കുക. എന്നെ സംബന്ധിച്ച് ഞാൻ സത്യമായും തുറന്നു പറയുന്നത്, ഞാൻ ഒരു സോഷ്യൽ മീഡിയ പേജിലോ ഒരു റൈറ്റിങ്ങോ ഇതൊന്നും ഞാൻ നോക്കില്ലായിരുന്നു. സത്യമായിട്ട് ഞാൻ പറയണേ, ഞാൻ ഒന്നും നോക്കില്ല. കാരണം എനിക്കറിയാം PR വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ ആരുടെയും റൈറ്റിങ്ങോ വീഡിയോസോ ഒന്നും ഞാനത് കാണാൻ അങ്ങനെയൊന്നും ഞാൻ ശ്രമിക്കത്തില്ലായിരുന്നു. കാരണം ഞാൻ ലൈവും എപ്പിസോഡ്സും കാണുന്നത് മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. അപ്പം പരമാവധി എല്ലാവരും അങ്ങനെ തന്നെ ശ്രദ്ധിച്ച് കണ്ട് കളി വിലയിരുത്തി വോട്ട് ചെയ്യുക. അത്രേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ എന്നാലും PR വർക്കൊക്കെ കുറഞ്ഞ കാശ് കൊടുത്താൽ വോട്ടും എല്ലാം അറിയും. അതൊക്കെ പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഇനിയും കാണേണ്ടി വരും ഇതുപോലത്തെ ഒരു യോഗ്യത ഇല്ലാത്ത ആൾക്കാർ ഈ ഇങ്ങനെ കപ്പൊക്കെ അടിച്ച് നടക്കണത്. അത് ഇരിക്കേണ്ട അടുത്തല്ലല്ലോ ഇരിക്കണത്. അത്രേ ഉള്ളൂ.